നവകേരള സദസ്സിന്റെ നടത്തിപ്പിനായുള്ള സ്പോൺസർഷിപ്പ് തുകയിൽ നിന്ന് മിച്ചം വന്ന 2,30,000 രൂപ ജീവകാരുണ്യ സ്ഥാപനങ്ങൾക്ക് നൽകി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പത്തനാപുരത്തെ ഗാന്ധി ഭവൻ, സ്നേഹതീരം എന്നീ സ്ഥാപന പ്രതിനിധികൾക്ക് തുല്യമായാണ് പണം വീതിച്ചു നൽകിയത്. പത്തനാപുരം താലൂക്ക് ആശുപത്രിയുടെ തറക്കല്ലിടൽ ചടങ്ങിനിടെയാണ് പണം കൈമാറിയത്. ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ സ്പോൺസർഷിപ്പായിട്ട് കിട്ടിയതാണ്, നാട്ടിലെന്ന് ഇറങ്ങിയ ആൾക്കാരെ പിരിവെടുത്തതല്ല. അത് ഞങ്ങളത് സ്നേഹത്തോടെ ഈ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. സ്നേഹതീരത്തിലെയും ഗാന്ധി ഭവനിലെയും മുഴുവൻ അന്തേവാസികൾക്കുമായി നമ്മൾ നൽകുന്നു. തുക ഏറ്റുവാങ്ങുന്നതിനായി ഗാന്ധി ഭവന്റെ വൈസ് ചെയർമാൻ ശ്രീ അമൽ സോമരാജൻ അവരുടെ വേദി. മനുഷ്യത്വത്തിൻ്റെ ആൾരൂപമായിരുന്നു നവകേരള സദസ്സെന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നതാണ് നവകേരള സദസ്സിൻ്റെ നടത്തിപ്പിനായുള്ള സ്പോൺസർഷിപ്പ് തുകയിൽ നിന്ന് മിച്ചം വന്ന 2,30,000 രൂപ ജീവകാരുണ്യ സ്ഥാപനങ്ങൾക്ക് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നൽകിയത്. പത്തനാപുരത്തെ ഗാന്ധിഭവൻ, സ്നേഹതീരം എന്നീ സ്ഥാപന പ്രതിനിധികൾക്ക് തുല്യമായി പണം വീതിച്ചു നൽകി. പത്തനാപുരം താലൂക്ക് ആശുപത്രിയുടെ തറക്കടൽ ചടങ്ങിലായിരുന്നു പുണ്യപ്രവൃത്തിയുടെ വേദി. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. നവകേരള സദസ്സ് ധൂർത്തും ആഡംബരവുമാണെന്ന പ്രതിപക്ഷ കഥകൾ വെറും തരംതാണ രാഷ്ട്രീയമാണെന്നുകൂടി തെളിയിക്കുന്നതായിരുന്നു പത്തനാപുരത്തെ ഈ ചടങ്ങ്. നാട്ടുകാരുടെ സുമനസ്സുകളുടെ സഹായത്താൽ നടന്ന സംഘാടനത്തിൽ ലഭിച്ചതിൽ മിച്ചം വന്ന തുകയാണ് നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിച്ചത്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.